Hello students, welcome to this channel. Today we are going to learn the topic partial order relation. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടിയുണ്ട്, നമുക്കതൊന്നും നോക്കാം. അപ്പോൾ ഇതിന് മുന്നത്തത് നമ്മൾ നേരത്തെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും ഡൊമൈൻ റേഞ്ച് ഇമേജ് ഓഫ് എ ഫങ്ഷൻ പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ അതിൽ ട്രാൻസിറ്റീവ് സിമെട്രിക് റിഫ്ലെക്സീവ് പിന്നെ ആൻറ്റി സിമെട്രിക് ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ വരുന്നത് പാർഷ്യൽ ഓർഡർ റിലേഷൻ. സോ വാട്ട് ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ? എ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. ലെറ്റ് എ ബി എ സെറ്റ്, അതിലൊരു റിലേഷനും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ക്യാപിറ്റൽ ആർ. അപ്പോൾ ആർ എന്ന് പറയുന്നത് കുറച്ച് സ്ലാൻഡിങ് പൊസിഷനിൽ ഒരു ഇറ്റാലിക് വേർഷനിലായിരിക്കും നമ്മൾ ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിലേഷൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേഷൻ എന്ന് പറയുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയും ആവാം, ആർ ഓഫ് എക്സ് കൊമ വൈ അല്ലെങ്കിൽ എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ എന്ന രീതിയിലും ആവാം. അപ്പോൾ എ റിലേഷൻ ഓൺ എ സെറ്റ് എ ഇസ് കോൾഡ് എ പാർഷ്യൽ ഓർഡർ ഓർ എ പാർഷ്യൽ ഓർഡറിങ് റിലേഷൻ. പാർഷ്യൽ ഓർഡർ ഓർ എ പാർഷ്യൽ ഓർഡറിങ് റിലേഷൻ അങ്ങനെയാണെങ്കിൽ അതിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, അതൊരു ആൻറ്റി സിമെട്രിക് ആയിരിക്കണം, പിന്നെ അത് ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ആൻറ്റി സിമെട്രിക്കും കൂടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. ചില കേസസ് അങ്ങനെ വരാറില്ല. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. സോ എ ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജർ ഡിവൈസേഴ്സ് ഓഫ് 12. അപ്പോൾ ഡിവൈസേഴ്സ് ഓഫ് 12 എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ ഡിവൈസേഴ്സ് ഓഫ് 12? അപ്പോൾ 12നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? സോ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം, നമുക്ക് 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1 ഓൾസോ ഡിവൈഡ്സ്, നെക്സ്റ്റ് 1 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ ഡിവൈഡ്സ് 12, 3 ഡിവൈഡ്സ് 12, 4 ഡിവൈഡ്സ് 12, ബട്ട് 5 ഡസ് നോട്ട് ഡിവൈഡ് 12, 6 ഓൾസോ ഡിവൈഡ്സ് 12, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 ഇല്ല. അപ്പോൾ അടുത്തത് 12 ഇറ്റ് സെൽഫാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജർ ഡിവൈസേഴ്സ് ഓഫ് 12 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എന്താണ് 1 2 3 4 6 12 എന്ന് എടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ ആ റിലേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കിയാൽ, സി ഹിയർ ദ റിലേഷൻ ആർ ഓൺ എ ഇസ് ഡിഫൈൻഡ് ടു ബി എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ ഇഫ് എക്സ് എക്സാക്ട്ലി ഡിവൈഡ്സ് വൈ. അപ്പോൾ എക്സ് എക്സാക്ട്ലി ഡിവൈഡ്സ് വൈ എന്ന് പറയുമ്പോൾ ഇതിന് സിംബോളിക്കലി ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദിസ് വേ ഓൾസോ. എക്സ് ഡിവൈഡ്സ് വൈ, അതായത് സ്ലാൻഡിങ് പൊസിഷനിലല്ല, സ്ലാൻഡിങ് ആയിട്ട് അല്ല, ഇതല്ല, ഇങ്ങനെയല്ല എഴുതേണ്ടത്. യു ഹാവ് ടു റൈറ്റ് ഇൻ ദ ഫോം ഓഫ് എക്സ് ഡിവൈഡ്സ് വൈ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് എഴുതണം. Question is, check whether the set A defines a partial order or not. ഈ സെറ്റ് ഒരു പാർഷ്യൽ ഓർഡർ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ പാർഷ്യൽ ഓർഡർ ആണോ അല്ലയോ എന്ന് നോക്കാൻ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് റിഫ്ലെക്സീവ്, മറ്റൊന്ന് സിമെട്രിക് ആൻറ്റി സിമെട്രിക്, മൂന്നാമത്തത് ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്ക് ഈ സെറ്റിനകത്ത് റിഫ്ലെക്സീവ്, അപ്പോൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് സെൽഫ് ആ നമ്പേഴ്സ്, അതായത് ഓരോ നമ്പേഴ്സും എക്സാക്ട്ലി 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ ആ നമ്പർ മറ്റൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ 1 എടുക്കുമ്പോൾ എന്താണ്, 1 ഡിവൈഡ്സ് ഇറ്റ് സെൽഫ്. നമുക്ക് ഇറ്റ് സെൽഫ് ആണല്ലോ വേണ്ടത്. ഇഫ് എ ഈസ് കണ്ടീഷൻ, റിഫ്ലെക്സീവ് കണ്ടീഷൻ എന്താ, എ ഈസ് ബിലോങ്സ് ടു എ മീൻസ് ദെൻ വി ഹാവ് ടു സേ എ ഈസ് റിലേറ്റഡ് ടു എ. ഇതായിരിക്കണം നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതിൽ ഓരോ എലമെൻറ്റും എന്താണ്, ഇറ്റ് സെൽഫ് ഡിവിസിബിൾ ആണ് അല്ലേ. 1 2 3 4 6 12 എന്ന് പറയുമ്പോൾ 1 is related to 1. Yes, because 1 divides itself. Then 2 is related to 2, 3 is related to 3, and because 3 divides itself, 4 is related to 4, 6 is related to 6, and 12 is related to 12, because each number divides 12 itself. Each number divides itself. സോ ഇത് നമുക്ക് റിഫ്ലെക്സ്, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലെക്സീവ് കണ്ടീഷൻ ഇസ് ട്രൂ. നെക്സ്റ്റ് കംസ് ദ സെക്കൻഡ് കണ്ടീഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് ദ ആൻറ്റി സിമെട്രിക്. ഈ ആൻറ്റി സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്,
the condition is if x is related to y, then y is related to x. That is the condition. Then we have to say what is the condition? X equal to y is the antisymmetric condition. അതായത് if x is related to y ആണെങ്കിൽ and അതിൽ y is related to x ഉണ്ടെങ്കിൽ then we have to say it should be x equal to y ആയിരിക്കണം. അല്ലെങ്കിൽ if x is related to y, there y related to x should not be there. x related to y ഉണ്ടെങ്കിൽ y related to x അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ എക്സ് റിലേറ്റഡ് ടു വൈ ദെൻ എക്സ് എക്സാക്ട്ലി ഡിവൈഡ്സ് വൈ എന്നാണല്ലോ. അപ്പോൾ ഇഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ മീൻസ് വാട്ട് ഇസ് ദ മീനിങ്? എക്സ് എക്സാക്ട്ലി ഡിവൈഡ്സ് വൈ. എക്സാക്ട്ലി ഡിവൈഡ്സ് വൈ എന്ന് പറയുമ്പോൾ ഞാൻ പ്രീവിയസ് ഇതിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. എക്സ് എക്സാക്ട്ലി ഡിവൈഡ്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഡിവൈസർ വിച്ച് ഡിവൈഡ്സ് വൈ മീൻസ് ദ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0. we know that the remainder value is equal to 0. അപ്പോൾ നമ്മൾ അറിയാം y equal to the quotient into x plus the remainder എന്ന് നമുക്ക് എഴുതാൻ പറ്റും. y equal to the quotient into divisor plus the remainder. But here if exactly divides means always the remainder value 0 ആയിരിക്കണം. ഇപ്പം മനസ്സിലായല്ലോ? ഇതിൽ എന്താ x related to y എന്ന് പറയുമ്പോൾ x exactly divides y. അപ്പോൾ x exactly divides y എന്ന് പറയുമ്പോൾ always the remainder is 0. അങ്ങനെയാണെങ്കിൽ y equal to the quotient into divisor ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ quotientന് പകരം let us take a value such that it is equal to some q എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എടുക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ എ എന്നിവിടെ എടുത്തിട്ടുണ്ട്. ഫോർ സം എ ബിലോങ്സ് ടു പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിങ്ങനെ 12നെ ഞാനിങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ അന്നേരം എന്താ വരിക? ദാറ്റ് മീൻസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ 6 ടൈംസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 12. ദ റിമൈൻഡർ ഇസ് 0. ഓൾവേസ് നമ്മളിവിടെ എടുക്കുന്ന ഈ കോഷ്യൻ്റ് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് കൊടുക്കാറില്ല, നെഗറ്റീവ് ആക്കാറില്ല. ഇറ്റ് ഷിൽ ബി ഓൾവേസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ നമ്മുടെ ഈ വാല്യൂ, അതായത് എ ബിലോങ്സ് ടു ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ this 6 is always positive, which means that 6 is a positive integer. കാരണം ഇൻറ്റിജർ എന്ന് പറയാൻ കാരണം എന്താ? റിമൈൻഡർ 0. റിമൈൻഡർ 0 അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ആൻ ഇൻറ്റിജർ. അപ്പോൾ നമുക്ക് ഇതിന് കോഷ്യൻ്റ് എന്ന് പറയുന്ന സംഭവം ഓൾവേസ് ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജർ. കാരണം എന്താ? റിമൈൻഡർ 0. അത് മാത്രമല്ല, അത് എപ്പോഴും ഇവിടെ നമ്മൾ എങ്ങുമില്ലാത്ത ഒരു നൊട്ടേഷനാണ് ഇവിടെ വരുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ട് എ ബിലോങ്സ് ടു ഇസഡ് പ്ലസ്? എ ബിലോങ്സ് ടു ഇസഡ് പ്ലസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. സപ്പോസ് നമ്മളിങ്ങനെ എഴുതുവാണ് -12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ഇട്ടിട്ട് 12 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് ആ ആൻസറിനെ നമ്മളിവിടെ 6 എന്ന് എഴുതും. വിച്ച് മീൻസ് ദാറ്റ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ വന്നാൽ നമ്മൾ നെഗറ്റീവിനെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ നെഗറ്റീവ് സിമ്പൽ ഇവിടെ ഇട്ട് കൊടുക്കും. സോ y ഈസ് റിലേറ്റഡ് ടു x ആകുമ്പോൾ x ഈസ് ഈക്വൽ ടു y ഈസ് റിലേറ്റഡ് ടു x മീൻസ് what is the condition? Then we can say that y exactly divides x. y exactly divides x. അപ്പോൾ y is related to x എന്ന് പറയുമ്പോൾ y divides exactly divides x. That means y is we can say that x is equal to എന്താണ്? b into some constant b into y. y divides x. That means some quotient b will be there. Therefore we can say that x is equal to b into y plus the remainder equal to 0. That is the condition. ഇപ്പോൾ നമുക്ക് y equal to എന്താ വരുന്നേ? y equal to a into x ആണല്ലോ. We can substitute. Shall we substitute this answer there? അപ്പോൾ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? a ഇൻറ്റു എക്സിൻ്റെ ആൻസർ എന്താ? b ഇൻറ്റു y. ദാറ്റ് ഈസ് a b ഇൻറ്റു y. അപ്പോൾ a ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, b
വേറൊരു പോസിറ്റീവ് ഇൻറ്റിജർ. എന്നാൽ എ ഇൻറ്റു ബി വിൽ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ഓൾസോ. സോ നൗ ഹിയർ ഓൾവേസ് ഇതിനകത്ത് എന്താ പറയുക, വൈ ഈക്വൽ ടു 1, വിച്ച് മീൻസ് ദാറ്റ് വൈ ഈസ് ഓൾവേസ് നോട്ട് ഈക്വൽ ടു 0. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് മീൻസ് വൈ ഇൻറ്റു നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ പലരും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പറയും ആൻസർ. അതായത് y minus ab into y equal to 0. That is y into 1 minus ab is equal to 0. So which means that ഇവിടെ y is always not equal to 0. കാരണം നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥവും ഇല്ല y 0 ആയിപ്പോയാൽ. അപ്പോൾ എപ്പോഴും y not equal to 0, then we can say that 1 minus ab is equal to 0, which implies a into b is equal to 1. a into b equal to 1 ആണെങ്കിൽ, because aയും ഒരു ഇൻറ്റിജർ ആണ് bയും ഒരു ഇൻറ്റിജർ ആണ്, a into b should be equal to 1 means we have to say that a equal to 1 and or also b is equal to 1. അതായത് a equal to b equal to 1. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a equal to 1 ഇടുമ്പോൾ y equal to x, ഇവിടെ b equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ x equal to y, which means that y is equal to x. എല്ലാവരും ഓർക്കുക, ഇവിടെ y is always not equal to 0. That means you are getting like this, y equal to ab into y. That is y minus ab into y equal to 0. Therefore y into 1 minus ab is equal to 0. Therefore y equal to 0, 1 minus ab equal to 0. Therefore ab equal to 1. Hence we can say y equal to 0, ab equal to 1. That means a equal to 1 ആയിരിക്കണം and b equal to 1 ആയിരിക്കണം, which means that now ഇപ്പോൾ എന്തുകൊണ്ട് we are saying that a is equal to 1, എന്തുകൊണ്ട് or b equal to 1 എന്ന് കൊടുത്തില്ല? Why we are taking the reason as a equal to 1 and b equal to 1? What is the reason behind this? Any suggestions in this? The a1 minus ab equal to 1. അപ്പോൾ ab is equal to 1 you are getting, and we are saying that a equal to 1 and b equal to 1. How is it possible? a equal to 1. Why don't we take a equal to like this some fractions and b equal to 2? That means a into b is equal to എന്താ 1 by 2 into 2, that is equal to 1. Can we write like this? This is also possible, isn't it? But why here it is mentioned as a equal to 1 and b equal to 1? Why? The reason is a belongs to the set of all positive integers. That means it takes the value 1, 2, 3, etc. and which means that there is no fractions. a will not be 1 by 2. a is not equal to 1 by 2. 1 by 2 എന്ന് പറയുമ്പോൾ എന്താണ് ഇത്? ഫ്രാക്ഷൻ. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. പോസിറ്റീവ് എയും ബിയും പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൺ ആൻഡ് ഓൺലി പോസിബിലിറ്റി ഈസ് എ ഈക്വൽ ടു 1 and b equal to 1. കാരണം a equal to 1 by 2 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാ? a b belongs to z plus set of all positive integers ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ റാഷണൽസ് നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ a will not be equal to 1 by 2. a not equal to fractions എങ്കിൽ ഇവിടെ ഫ്രാക്ഷൻസ് വരില്ല എങ്കിൽ there is only one option such that a should be equal to 1 and b should be equal to 1. On substituting you will get y equal to x. Therefore r is anti-symmetric. Now next one is transitive. In the transitive, let us consider three elements x, y, z belongs to a. If x, y, that is എന്താണ് condition? If transitive condition ആവുമ്പോൾ നമ്മൾ മൂന്ന് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യും. x is related to y and y is related to x. Z implies we can say that x is related to
z. We have to show that x is related to z. അപ്പോൾ നമുക്കിവിടെ നോക്കാം. x is related to y means what is the meaning? X exactly divides y. That means y is equal to some coefficient into x. Now y related to z, that means y divides x. So therefore you can write z is equal to some b into y for some b belongs to z plus. Now z is equal to b into എന്താണ് വൈക്കുള്ള ആൻസർ, അതായത് ഈ y വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? b into ax, which means that ab into x. ab is integer. We know that a belongs to the set of all positive integer, b belongs to the set of all positive integer. Therefore ab is also an integer. Therefore let us take some k equal to ab that belongs to the positive integer. This can be written as z is equal to some k into x, which means that z is equal to k into x means we can say x is related to z, isn't it? So therefore we are getting, if x is related to y and y is related to z, we get x is related to z, which means that the relation is transitive. Therefore r is transitive. So if r is transitive, then what we can say from this? So here r is, from this it is understood that r is reflexive. The next one, r is anti-symmetric. R is anti-symmetric, and the third case is it is transitive. If all these conditions are satisfied, then we can say the given relation R is a partial ordering relation. It is a partial ordering relation. This is the condition here. Now see here, now extra ഒരു കണ്ടീഷൻ കൂടി ഞാനിവിടെ ഉണ്ട്. ഈ റിലേഷൻ സിമെട്രിക് ആണോ? ഈ റിലേഷൻ, അതായത് എ ഈക്വൾ ടു നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? എ ഈക്വൾ ടു 1 2 3 4 6 12 അല്ലേ? 1 2 3 4 6 12. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇഫ് ആർ ഇസ് നോട്ട് സിമെട്രിക് എന്ന് പറയുന്നുണ്ട്. ആർ ഇസ് നോട്ട് സിമെട്രിക് എന്ന് പറയുമ്പോൾ സിമെട്രിക് എന്താ കണ്ടീഷൻ? ഇഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ, ഇഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ, ദെൻ we have to show that y is related to x, isn't it? For example 2 is related to 6 എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? 2 divides എന്താണ്? 2 divides 6. But 6 related to 2 എന്ന് പറയുമ്പോൾ can we say that 6 divides 2? No, it is not possible. 6 related to 2 is not possible. 6 will not be related to 2. അപ്പോൾ 2 is related to 2 തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. Smallest to greatest is possible, but greatest number to smallest is not possible. So therefore we can say that the relation is not symmetric. So if it is not എന്ന കേസ്, അതായത് not symmetric എന്ന കേസസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ we can show that what is the condition? നമുക്കിവിടെ എന്താ ചെയ്യുക? കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് അതൊക്കെ പ്രൂവ് ചെയ്ത് കാണിക്കണമെന്നില്ല. ഇൻ സച്ച് സിറ്റുവേഷൻസ് വി ക്യാൻ ഷോ ദിസ് ബൈ യൂസിങ് സം കൗണ്ടർ എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Okay students, one of the example I have given here and the definition. So here, what is a partial order relation? A partial order relation is if the relation satisfies three conditions. One is reflexive, symmetric, and also it is transitive. Sorry, reflexive, anti-symmetric and transitive. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ that relation is called a partial ordering relation. Okay students, hope you could have understood. That's all students. Thank you.